ഹായ് എവരിവൺ, വെൽക്കം ടു ജുനൈസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മുണ്ടേങ്ങര കാർഷിക നഴ്സറിയിലാണ്. നല്ല വൈഡായിട്ടുള്ള കളക്ഷൻസ് ഉള്ള ഒരു നഴ്സറിയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഹെവി പ്ലാന്റുകളുടെ കുറച്ച് കളക്ഷൻസ് കണ്ടുവരാം. ഇവിടെ ഹെവി പ്ലാന്റുകളൊക്കെ ഒരു ഭാഗത്തും മറ്റു നോർമൽ പ്ലാന്റുകളും ചെറുതും അതിൻ്റെ പല ബാക്കിയുള്ള വെറൈറ്റീസ് പ്ലാന്റുകളൊക്കെ വേറൊരു സ്ഥലത്തുമാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഹെവി പ്ലാന്റുകളാണ്. ഇത് നഴ്സറിയിൽ നിന്ന് കുറച്ച് മാറി EMC ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഹെവി പ്ലാന്റുകൾ. ഇതൊക്കെ ഹെവി പ്ലാന്റുകളാണ്. ഇപ്പോൾ മാവിൻ്റെ സീസൺ ആയതുകൊണ്ട് കൂടുതൽ മാവുകളാണുള്ളത്. മാവിൻ്റെ പുറമെ തന്നെ പല വെറൈറ്റികളായിട്ടുള്ള ഫ്രൂട്ട്സുകളും ഹെവി പ്ലാന്റുകളുണ്ട്. ജബോട്ടിക്കാബ് ഉണ്ട്, പ്ലാവ് ഉണ്ട്, അതേപോലെ മാംഗോസ്റ്റിൻ ഉണ്ട്, അതേപോലെ അബയുണ്ട്. അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഹെവി പ്ലാന്റുകളുണ്ട്. ഇതിനൊക്കെ ഒരു മിതമായ വിലയാണ്. ഓരോന്നിനും വില പറയാത്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണോ വെച്ചാൽ അതിൽ കോണ്ടാക്ട് ചെയ്യുന്നു. ഈ മാംഗോസ്റ്റിനൊക്കെ നല്ല ഹെവി പ്ലാന്റ് ആണ്. അടുത്ത വർഷമൊക്കെ കായ ഉണ്ടാകാൻ പറ്റിയ 6 വർഷം ഒക്കെ പ്രായമായ പ്ലാന്റുകളാണുള്ളത്. അതേപോലെ തന്നെ മാവാണെങ്കിലും വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലുതുണ്ട്. ഡയറക്റ്റ് ഇപ്പോൾ ഡ്രമ്മിലാണെങ്കിൽ അതല്ല കവറിലാണെങ്കിൽ അത്. ഇപ്പോൾ ആളുകൾ കൂടുതലും ഹെവി പ്ലാന്റുകൾ വാങ്ങുന്നുണ്ട്. കാരണം 3-4 വർഷം കാത്തിരിക്കാൻ വയ്യ. അതിനായിട്ടുള്ള റേറ്റ് അതിനാവുന്നുണ്ട്. ഈ ജബോട്ടിക്കാബൊക്കെ വലിയ പ്ലാന്റാണ്, ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ചെറുത് വേണ്ടവർക്ക് ചെറുതുണ്ട്. ഇപ്പോൾ ഇത് കാലാപ്പാടി മാവാണ്. 2000 രൂപയാണ് ഈ കവറിൽ കാണുന്ന ഈ കാലാപ്പാടി മാവിന്. മാങ്ങയോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ നാംഡോക്മായി ഉണ്ട്, ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചത്. എല്ലാത്തും ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് കായും പൂവും ഒക്കെ ഉണ്ട്. ഡ്രമ്മിൽ കണ്ടോ നല്ല കാട്ടിമൂണല്ലേ കായ്ച്ച് നിൽക്കണ, ഡ്രമ്മിൽ കായ്ച്ച് നിൽക്കണ നല്ലതാ. ബഞ്ചായിട്ട് 1-2 വെറുതെ ഒരു മാങ്ങ ഉണ്ടായതല്ല, നല്ല കായ്ച്ച് നിൽക്കണ കാട്ടിമൂണ്. അതേമാതിരി തന്നെ അടുത്ത ബ്രാഞ്ചുകളിൽ പൂ വന്ന് റെഡി ആയി നിൽക്കുന്നുണ്ട്. നല്ല ഡ്രമ്മില് നേരെ കൊണ്ടുപോയി വീട്ടുമുറ്റേ തന്നെ വെച്ചാൽ മതി. നമുക്ക് എത്ര കൊടുക്കാത്? ഓഫർ 2 രൂപ കൊടുക്കാം. ഓഫർ പ്രൈസിൽ കായ്ച്ച് നിൽക്കണ കാട്ടിമൂണ്ട തൈകളാണ്. അപ്പുറമൊക്കെ ഉണ്ടല്ലേ, ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തായിരുന്നു നമുക്ക് 3 രൂപ അല്ലേ? തയ്യ നല്ല ബുഷായിട്ടുള്ള തൈ. ഇതാ നല്ല ബുഷായിട്ടുള്ള മാങ്ങ ഫുള്ള് ഇതുണ്ട്. ചെറുതിന് നമുക്ക് 2 രൂപയൊക്കെ കൊടുക്കാം ഓഫർ പ്രൈസിൽ. ഇതാ ഈ വലിയ സാധനം, അതായത് ബുഷായിട്ട് കായ്ച്ച് നിൽക്കണ ഈ സാധനത്തിന് ഇപ്പൊ റമ്മോട് കൂടിയിട്ട് 3 രൂപ. നല്ല ഹെവി പ്ലാന്റ് ആണല്ലോ. ഉലാസാണല്ലേ, വലിയ ചട്ടിയിൽ നിൽക്കണത് അല്ലേ? ഇത് കുളമ്പാണ്. ഇതൊക്കെ എന്താ വില? ഈ ഒരു ചട്ടിക്കൊക്കെ ഓരോന്നിനനുസരിച്ച് കൊടുക്കും. കുളമ്പിലെ ഹെവി പ്ലാന്റ്. ചെറിയ കായലുണ്ട്. മറ്റേ ഇതൊക്കെ കഴിഞ്ഞല്ലേ? കായ് ഇട്ടതൊക്കെ കായല്ല. പിന്നെ പെട്ടെന്ന് തീരും. കാലാപ്പാടിയിലെ വലിയ പ്ലാന്റ്. ഇത് എത്ര വരുന്നത് ഈ പ്ലാന്റിന്? ഡ്രമ്മടക്കം 5 രൂപ വരുന്നല്ലേ? ഡ്രമ്മിനടക്കം. ഡ്രമ്മില് കായ്ച്ചിക്കണ പ്ലാവ് ഇപ്പൊ ഏതാ? സൂപ്പർ എയർലിയാണല്ലേ? കായ്ച്ച നിൽക്കുന്ന ഡ്രമ്മോട് കൂടിയിട്ടുള്ളത് 2 രൂപ അല്ലേ? 2 രൂപ. അപ്പോൾ കുറച്ചൊന്നല്ല, ഇഷ്ടം പോലെ ഇപ്പോൾ ഡ്രമ്മിൽ കായ്ച്ചിക്കണ സാധനങ്ങൾ നമ്മളെ മുണ്ടേങ്ങര കാർഷിക നഴ്സറിയിൽ സ്റ്റോക്ക് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യാം. കവറിൽ കായ്ച്ച് നിൽക്കണ കാലാപ്പാടി 30 കവറിൽ അല്ലേ? 2 രൂപ കൊടുക്കും. 850 ഉണ്ട് അല്ലേ? ഇതൊക്കെ നല്ല അത്യാവശ്യം ഒരു ബുഷായി വളർന്ന പ്ലാന്റുകളാണ് അല്ലേ? കാലാപ്പാടിന്റെ ഒരു കുറച്ചൊന്നല്ല, കണക്ഷൻ ഉണ്ടല്ലേ? അപ്പോൾ കാലാപ്പാടിന്റെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാലാപ്പാടി കായ്ച്ച് നിൽക്കണ തന്നെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. പിന്നെ ഇത് നാംഡോക്കാണല്ലേ? അത് കോട്ടർകോൺ അല്ലേ? കോട്ടർകോണാണിത്. കോട്ടർകോണൊക്കെ നല്ല ബുഷായിട്ട് വളർന്നുണ്ട്. റെഡ് ഡ്രാഗൺ അല്ലേ? പുതിയ ഇതെന്തായിരുന്നു? 4 രൂപ. ബുഷായിട്ട് നിൽക്കണ വലിയ പ്ലാന്റ് ഒക്കെ ശരിക്കും. അപ്പൊ ഈ കായ്ച്ച് നിൽക്കണ ഇതാ 850 റുപ്യക്ക് 21 കവർ കായ്ച്ചിക്കണത്. ഈ ബുഷായിട്ടുള്ള ഈ പ്ലാന്റിന് 850 റുപ്യ അല്ലേ? ഹെവി പ്ലാന്റ്. മുരടോന്നൊക്കെ നോക്കി കായുണ്ട് 850 റുപ്യാണ് വില വരുന്നത്.
ബഷീർക്ക് അതിപ്പോ അത്യാവശ്യം വലിയൊരു ഹെവി പ്ലാന്റ് ആണല്ലോ നമ്മുടെ കയ്യില് നിക്കണില്ലേ മാവ് ഏതാണ് സാധനം ഏതാണ് ഇത് ഗോലക്ക് പറഞ്ഞ മാവാ. ഗോലക്ക് അല്ലേ പുതിയ വെറൈറ്റി ആണത് തന്നെയാണ്. അങ്ങനെ മൂവിംഗ് ഒന്നും ഇല്ലാത്തതിന് ആൾക്കാർക്ക് ഇഷ്ടമാതിരി ആവശ്യമുണ്ട്. ഇപ്പൊ നല്ല കായ്ച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയില്ലേ. നല്ല ഹെവി പ്ലാന്റ് ഡ്രമ്മിലുള്ള അല്ലേ. പ്ലാവ് ഇപ്പൊ ഏതാ പ്ലാവ് വരുന്നേ? ഡെൻസൂരി ഉണ്ട് അല്ലേ, വിയറ്റ്നാം ഉണ്ട്. ഇതൊക്കെ വലിയ വലിയ കവറിലാണ് വരുന്നത് അല്ലേ. ചെറുത് വേണ്ടവർക്ക് ചെറുതും ഉണ്ട്. ഇതിപ്പോ നമ്മളിവിടെ നിൽക്കുന്നത് വലിയ പ്ലാന്റുകളുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബഷീറാക്കാൻ്റെ വലിയ പ്ലാന്റുകളുള്ള സ്ഥലത്താണ്. നഴ്സറിക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇതാണ് ഫുള്ള് ഹെവി പ്ലാന്റ് വേണ്ടവർക്ക് അതിന് പ്രത്യേകം ഒരു ഏരിയ സെറ്റാക്കിയതാണ്. നമ്മളെ ജബോട്ടിക്കാപ്പൊക്കെ ഇതാ നല്ല ഡ്രമ്മിൽ വലിയ ബുഷായിട്ടുള്ള പ്ലാന്റുകൾ. ചെറുത് വേണ്ടവർക്ക് ചെറുത് ഇഷ്ടം പോലെ ഇവിടെ എല്ലാത്തിൻ്റെ ഉണ്ട്. വലുതും ഉണ്ട്, മീഡിയം സൈസും ഉണ്ട്. തായ്ക്കിങ് സപ്പോർട്ട് അല്ലേ, തായ്ക്കിങ് സപ്പോർട്ട് കായ് ഇട്ടിട്ടുണ്ടല്ലേ, കായ് വരും വലുതായിട്ട് കൊണ്ടുപോയില്ലേ. ഇത് ഈ ചെറിയ മാഗോൾപ്പ് നാംഡോക്ക് ആർട്ടോയിറ്റിന്റെ ഒക്കെ തൈകളാണല്ലേ, കാട്ടിമൂണ്. ഇതൊക്കെ കുളമ്പാണല്ലേ. എന്താ പറഞ്ഞേ? 150 രൂപ കൊടുക്കണം. 150 റുപ്യ കൊടുക്കാം അല്ലേ കുളമ്പ്. പിന്നെ ഏതാ ബുഷ് ഓറഞ്ച്? അത് ഇതെന്താ 150 റുപ്യക്ക് തന്നെ അല്ലേ. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് വലിയ പ്ലാന്റുകളുള്ള സെക്ഷൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കുറച്ച് ചെടികള്, അതേപോലെ പിന്നെ മാവിന്റെ ചെറിയ തൈകള്, പിന്നെ നമ്മുടെ അങ്ങനത്തെ വെച്ച സെക്ഷനാണ്. ഇവിടെ മാവിന്റെ തൈകൾ 1000 രൂപന്റെ മിക്സ് ആയിട്ടാണ് അല്ലേ. 500 സാധനം സ്കാർലൈറ്റ് ഉണ്ട്. ഇതൊക്കെ എന്തായിരുന്നു ഈ വലിയ പ്ലാന്റുകളൊക്കെ? ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇനി ചെറിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് വലിയ പ്ലാന്റുകളാണ് 150 രൂപ മുതലും ഇവിടെ പ്ലാന്റുകൾ വലിയ പ്ലാന്റ് വലിയ വണ്ടികൾക്ക് വലുതുണ്ട് അല്ലേ. ബഷീർക്കാലത്തൊക്കെ ഇപ്പൊ ഏതാ തെങ്ങിൻ തൈകൾ ഏതാണ്? ഒറിജിനൽ കുറ്റാടിയാണ് അല്ലേ, ഡ്യൂപ്ലി അല്ല. നിങ്ങൾ തന്നെ പോയി കളക്ട് ചെയ്ത് നമ്മളിപ്പോ ഈ കുംഭമാസത്തെ തേങ്ങ നമ്മളിപ്പോ ഇറക്കിയിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക്. അപ്പൊ നിങ്ങൾ തന്നെ പോയി എടുത്തുണ്ടാക്കുന്നതാണ്. ഈ കലക്കത്തെ ഗംഗാബോണ്ടാണ്, പുറത്തുനിന്ന് വരുന്നതാണ്. ഇതാണോന്നല്ല ഉണ്ടാക്കണല്ല, വരുന്നതാണ് പുറത്തുനിന്ന് വരുന്നത്. പിലാത്തൈകൾ നല്ല പിലാത്തായി 130 റുപ്യക്ക് നമ്മൾ കൊടുക്കുന്നത്. ഏതാണ്? വിയറ്റ്നാം സൂപ്പർ 130 റുപ്യക്ക് നല്ല തൈകള്, നല്ല തൈകൾ അല്ലേ. വിയറ്റ്നാമിന്റെ വലിയ പ്ലാന്റാ, വലിയ പ്ലാന്റുകൾ വണ്ടികൾക്ക് ഉണ്ട് അല്ലേ. പിന്നെ പേരയിൽ ഇപ്പൊ ഏതൊക്കെ ഐറ്റംസ് ഉള്ളത്? ഏറ്റവും നല്ലത് ജപ്പാൻ പേരുണ്ട്. ജപ്പാൻ പേരൊക്കെ ഇവിടെ കായ്പിടുത്തുണ്ടോ? കമ്മിയാണ് അല്ലേ. ബ്ലാക്ക് ഡയമണ്ട് പേര് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചാമ്പ ഏതായിരുന്നേ? ഉമ്മർ ചാമ്പ ഒറിജിനൽ കായ്ക്കണല്ലോ. ശരി, കായ് ഇതായി വന്നിട്ടുണ്ട്. കായ് വന്നിട്ടുണ്ടല്ലേ. പിന്നെ ചാമ്പ എല്ലാം ഉണ്ട്. ഇനിയിപ്പോ മാവക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറെ കായ്ച്ചിക്കണതൊക്കെ കാണും. കുളമ്പുകളാണ് 850 റുപ്യക്ക് വലിയ തൈ അല്ലേ. കായ്ച്ചിക്കണ ഇഷ്ടം പോലെ കായുണ്ട്, 5-6 കായുണ്ട് അല്ലേ. 850 റുപ്യ തൈക്ക് വലിയ പ്ലാന്റ് അല്ലേ. ചന്ദ്രകാരം പല ഐറ്റം ഉണ്ടായിരുന്നു, മിക്സ് ആണല്ലേ. ഒക്കെ ഇവിടെ വന്നാല് നോക്കി ഇഷ്ടപ്പെട്ട് വാങ്ങല്ലേ. ഒരു 60-100 ഐറ്റം ഉണ്ട്, ഒക്കെ മിക്സ് ആയിട്ട് വെച്ചതാണ് അല്ലേ.
പല ഐറ്റംസും ഉണ്ട്. വാരി ലെവൽ ഭാരി ലെവൽ ഇതാ നമ്മളത് JT3 ഒക്കെ നമ്മളെ വിയറ്റ്നാം സൂപ്പർ അലൈൻ ഒരു പെട്ടെന്ന് കഴിക്കും. അത് 3 വർഷമാണ്. 1 വർഷം കഴിഞ്ഞാൽ കഴിക്കും. അതൊക്കെ കാലാപ്പാടി പഴങ്ങളാണ്. കാലാപ്പാടി അല്ലേ? നഷ്ടമാതിരി വാങ്ങിയാ ആ ഇതെന്താ വരുന്നത് നമുക്ക് എങ്ങനെ കൊടുക്കാം? 2 റുപ്യൻ്റെ അല്ലേ? 2 റുപ്യൻ്റെ വലിയ കാറ്. ഇതൊക്കെ ഏതാപ്പോ തൈ ഒക്കെ കാട്ടിപ്പോണ ചെറിയ സൈസൊക്കെ കാട്ടി. ചെറുതിനൊക്കെ എത്ര വരുന്നത്? 400 റുപ്യ കൊടുക്കുന്നത്. ആൾക്കാരങ്ങനെ കൊണ്ടുപോകും. ഈ വർഷം തന്നെ മാങ്ങിയാണ് തൈകളൊക്കെ പൂട്ടതുമാണ് അല്ലേ? വണ്ടികൾക്ക് ചട്ടി ഉണ്ട് അല്ലേ? ഇതെത്ര വലുത്? 16 150 റുപ്യ കൊടുക്കുന്നത്. 3 100 ഇഷ്ടം പോലെ ഉണ്ടല്ലേ? പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ബഷീർ, മലപ്പുറം ജില്ല എടവണ്ണ, മഞ്ചേരി നിലമ്പൂർ റോഡ്, അരീക്കോട് നിലമ്പൂർ റോഡ്, എടവണ്ണ. അതുകൊണ്ടൊന്ന് കുറഞ്ഞൊരു മാറ്റമുള്ളൂ. വരുന്ന പോലെ എടവണ്ണത്തുമ്പോൾ വിളിക്കാം. മുണ്ടേങ്ങര കാർഷിക നഴ്സറി എന്നാണ്. അതടിച്ചാലും കിട്ടും ലൊക്കേഷൻ. മുണ്ടേങ്ങര കാർഷിക നഴ്സറി പ്രത്യേകം നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഇതല്ല അയച്ചു കൊടുക്കണം. ഡെലിവറി ഇല്ല. ഒക്കെ ഇവിടെ വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാം. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി കയറ്റി വിടും. അവര് കൊടുക്കുക. അങ്ങനെ നമുക്ക് ലോഡ് കയറ്റി കൊടുക്കാം. കയറ്റി കൊടുക്കും സാധനം വേണമെങ്കിൽ. അതെ.